ആദ്യത്തെ 3 മാസത്തിന്റെ ആദ്യത്തെ 12 ആഴ്ചയില് ആണ് കുഞ്ഞിന്റെ അവയവങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അവയവങ്ങൾ രൂപപ്പെട്ട് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് അവയവങ്ങളുടെ മെച്ചുറേഷൻ, വളർച്ച, ഗ്രോത്ത്, ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡും തേർഡും ട്രൈമസ്റ്ററുകളിൽ നമ്മുടെ ആദ്യ ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഓർഗനോജൻസ് നടക്കുന്ന നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണെന്ന് പറഞ്ഞു. ഈ ഒരു പീരീഡിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിരിക്കേണ്ടത്. അപ്പൊ ഇൻഫെക്ഷൻസ് പരമാവധി വരാതിരിക്കാൻ കഴിക്കുന്ന മെഡിസിൻസ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇതെല്ലാം കുഞ്ഞിന്റെ അവയവങ്ങളുടെ വളർച്ച ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പീരീഡാണിത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ പനിയും ഇൻഫെക്ഷൻസും ഒക്കെ വരുമ്പോഴത്തേക്ക് ഡോക്ടറോട് എടുത്ത് പറയണം, നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട്, പീരീഡ്സ് മിസ്സായി, പക്ഷെ നമ്മൾ UPT ചെയ്ത് പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ പോസിറ്റീവ് ആയിട്ടില്ല, എന്നാലും നമുക്ക് അറിയാം പ്രഗ്നന്റ് ആവാൻ ഒരു ചാൻസ് ഒക്കെ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം എടുത്ത് പറയണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പല മെഡിസിൻസും നമുക്ക് ഈ പ്രഗ്നൻസി സമയത്ത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്സും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് സേഫ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പാരസെറ്റമോൾ